ലേക്കിലോട്ട് പോവുകയാണ്. ലേക്കിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. കൂടല്ലൂർ റൂട്ടിലാണ് ലേക്ക്. നമുക്ക് പാർക്കിംഗ് നോ പാർക്കിങ്ങിൽ കൊണ്ടുള്ള പാർക്ക് ചെയ്യുന്ന അപ്പോഴത്തേ നമ്മൾ ഊട്ടിയിലാണുള്ളത്. അണ്ണനങ്ങോട്ട് നിൽക്കും. ഊട്ടിയുള്ള തിരിയില്ലേ? ആ, അത് നമ്മൾ ഊട്ടി ലേക്കിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കുറേ ആളുകളെ പരിചയപ്പെട്ടു. സാറിൻ്റെ പേരിന് ചാന്ദ് സാറുണ്ട്. പിന്നെ സാറിൻ്റെ പേര് സുരേഷ് സാറ്, ഇക്ബാൽ സാറ്, ബാബു സാർ എന്നെ പിടിച്ചു നിർത്തിയിട്ട് എന്നോട് പറഞ്ഞ് രാവിലത്തെ ഇത് ടിഫിൻ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ടിഫിൻ കഴിച്ചതാണ്, അതുകൊണ്ട് ഞാനൊരു ചായ മാത്രം കുടിച്ചു. സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ അടിയറവ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെയൊക്കെ അവർ കണ്ട് അവളെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററാണ് ലേക്കിലോട്ടുള്ളത്. അപ്പോൾ താഴോട്ട് പോയാൽ നേരെ ലേക്കാണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് കർണാടക ഗാർഡൻ, അത് ഈ റൂട്ടിൽ ആ റൂട്ടിൽ തന്നെ പോകും. ആ, ഓക്കെ. അപ്പോൾ 2 സ്പോട്ടാണ് നമുക്കിനി താഴോട്ട് പോയാൽ കിട്ടുക. അപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് പോകേണ്ടത് ഈ റൂട്ടിൽ തന്നെ നമുക്ക് പോയിട്ട് നമ്മുടെ ലൗഡയിൽ സ്കൂളൊന്ന് കാണണമെന്നുണ്ട്. അത് പോണ വഴിയിലല്ലേ, റൈറ്റ് കയറിപ്പോയാൽ മതി അല്ലേ? ഓക്കെ. അപ്പോൾ ഞാനിവിടുന്ന് താഴോട്ട് പോവുകയാണ്. അപ്പോൾ ശരി സാർ, എല്ലാവരോടും നന്ദി. ഓക്കെ, താങ്ക് യു സാർ. നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. നേരെ താഴോട്ടെന്ന് പറഞ്ഞാൽ നേരെ ഊട്ടി ലേക്കിലോട്ടാണ് പോകുന്നത്. പറ്റുമെങ്കിൽ ബോട്ടിലൊന്ന് കയറണം. പോകാനില്ലാതില്ല, എന്നാലും ശ്രമിച്ചു നോക്കാം. പക്ഷേ ഈ നായ്ക്കൾ കിടക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ നായ്ക്കളാണ് വഴി മുഴുവനുള്ളത്. പക്ഷേ ഇവർ പിടിച്ചോണ്ട് പോയിട്ട് അതിനെ ഇത് വന്ധ്യംകരണം ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലില്ലാത്തതും ഇവിടെ ഉള്ളതുമായൊരു പ്രത്യേകതയാണത്. ഇവിടെ ഇന്നലെ കണ്ടു കൂനൂരിലൂടെ ഒരു 100 നായയിലും പിടിച്ചുകൊണ്ട് 2 വണ്ടിയിൽ പോകുന്നത്. അതിനെ മുഴുവൻ വന്ധ്യംകരിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വിടുന്ന പരിപാടിയാണ്. ആണിനെയും പെണ്ണിനെയും എല്ലാം. അപ്പോൾ നമ്മൾ ലേക്കിൻ്റെ ഭാഗത്തോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ കുഞ്ഞിനെ ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും ഓടിക്കാൻ പറ്റിയില്ല. അവിടെ എല്ലാം നായ്ക്കളുടെ ശല്യമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഇടവഴി കണ്ട്. അപ്പോൾ ഇതിലേ ഒന്ന് പോയി കുഞ്ഞിനെ ഒന്ന് നടത്തി നമുക്ക് ഈ കാടിൻ്റെ പശ്ചാത്തലമൊക്കെ കണ്ടു, എല്ലാ കാട്ടുപോത്തം എല്ലാം വരുവാണ്, അതിനെ ഒന്ന് ഫേസ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇതിലെ ഗേറ്റൊക്കെ ഉണ്ട് കേട്ടോ. കയറിപ്പോയാൽ ചിലപ്പോൾ ഇടി കിട്ടുമായിരിക്കും, എന്നാലും സാരമില്ല. നമ്മൾ പതിയെ ഇവിടെ ഒന്ന് നടത്തണം, അതാണ് മെയിൻ കാര്യം. നടത്താതിരിക്കാൻ പറ്റിയല്ലോ. കുഞ്ഞിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തണ്ടേ, അതിനുവേണ്ടി കയറി വന്നതാണ്. അല്ലാതെ നമ്മൾ ആരെയും മോട്ടിക്കാനോ ഒന്നിനും വന്നതല്ല. അപ്പോഴത്തെ ഇവിടെ പണിക്കാരുടെയൊക്കെയാണെന്ന് തോന്നുന്നു. സ്കൂട്ടറുകളൊക്കെ ഇരിപ്പുണ്ട്. കാടാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോത്തൊക്കെ ഇറങ്ങി വരുന്ന, അതേ ഇതുണ്ടോ, പോത്തൊക്കെ ഇറങ്ങി വരുന്ന ചവിട്ടുപാടുകളൊക്കെ കാണാം. പക്ഷേ കുഞ്ഞിക്കൊന്നും നടക്കണമെന്ന് തോന്നിയാൽ കാടും മേടും ഒന്നും നമ്മൾ നോക്കിയല്ലടി, ഗേറ്റും നോക്കിയല്ല. അനന്ത എസ്റ്റേറ്റാണെന്ന് തോന്നുന്നു. നിനക്ക് നടക്കണ്ടേ? എങ്ങോട്ടേലുമൊക്കെ നടക്ക്.
അപ്പോഴത്തെ കുഞ്ഞിപ്പെണ്ണ് ഓടി ഓടി നടക്കുന്നുണ്ട്. എന്നെയായിട്ടാണ് അവൾ പോകുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ. ഒന്ന് ചിരിച്ചേ, ഒന്ന് തുള്ളിക്കളിച്ചേ. കുഞ്ഞിപ്പുഴു ഒന്ന് തുള്ളിക്കളിച്ചേ. എടി ഒന്ന് തുള്ളിക്കളിക്കടി. ഓ, അവൾ സന്തോഷത്തിലാണ് കേട്ടോ. കാരണം ഇന്നലെ മുതൽ അവളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു നമുക്ക്. അവിടെ നിറച്ച് നായ്ക്കളുടെ ശല്യമായിരുന്നു. ഉള്ളിൽ ഇതേ വലിയ യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് കേട്ടോ. മൊത്തം യൂക്കാലിപ്റ്റസ് മരങ്ങളാണ്. പിന്നെ ഇതുണ്ട്, കാറ്റാടി മരങ്ങളുണ്ട്. എന്നാൽ ഈ പഴയ കാറ്റാടി മരങ്ങൾ ഇപ്പോഴും വെട്ടി നിർത്തി ചെറുതാക്കി നിർത്തിയിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു കേട്ടോ. ഇതിനെയൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തി ചെറിയ മരമായിട്ട് ഇപ്പോഴും നിൽക്കുന്നു. അപ്പോൾ ഇത് ഉള്ളിലോട്ട് ഇതാണ് തിക്ക് ഫോറസ്റ്റ് അല്ല, ഒരു എസ്റ്റേറ്റിലോട്ട് പോകുന്ന വഴിയോ അങ്ങനത്തെ എല്ലാ സാഹചര്യത്തിലുള്ള സ്ഥലമായിരിക്കും. അപ്പോഴത്തെ റോഡിൽ സൈക്കിൾ വെച്ചിട്ടുണ്ട്. സൈക്കിൾ മറിച്ചിടിയെന്ന് വിചാരിക്കുന്നു. ഒരു കല്ലൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് കൊണ്ടുപോയി അങ്ങ് ചാരി വെച്ചിട്ട് പോകുന്നതാണ്. കല്ലൊന്നും വെക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അവിടെ മരം വെട്ടുന്നതാണോ വണ്ടി കയറി വരുന്നതാണോ എന്നറിയില്ല, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി ഒന്ന് ഓടിക്കളി, തുള്ളിക്കളി. കുഞ്ഞിപ്പുഴു ഒന്ന് തുള്ളിക്കളി. കുഞ്ഞിപ്പുഴുവിനെയൊക്കെ നടത്തി അവൾ ബാത്റൂമിലൊക്കെ പോയി. ഇനി കുറച്ചുകൂടി ഇങ്ങോട്ടൊന്ന് നടത്തിയിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഇവിടെയൊക്കെ ആ കാട് വെട്ടിത്തെളിക്കുന്നുണ്ട് കേട്ടോ. അവരാണ് കാട് വെട്ടിത്തെളിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ പെണ്ണിനെ ഒന്ന് നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇവിടെ കാട് വെട്ടിത്തെളിക്കുകയാണ്. മുകളിലോട്ടുള്ള വഴിയാണ്. എന്താ വലിയ യൂക്കാലിപ്റ്റസ് മരങ്ങൾ കണ്ടോ. ഇതൊക്കെ ഏത് കാലത്ത് വെച്ചാൽ എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും. നമുക്ക് ലേക്കിൽ പോകണം, കർണാടക ഗാർഡൻ പോകണം, എന്തോരം ഉണ്ടെന്നറിയാമോ ഇവിടുന്ന്. ഇതിനൊക്കെ അങ്ങ് സുഖിച്ച് വണ്ടിയുടെ പുറകിലങ്ങ് ഇരുന്നാൽ മതി എന്നും പറഞ്ഞാൽ ഇതാ വസന്തകാലം. കണ്ടോ ഈ പൂവാണ്, അത് ചെടിയാണ്. ഇത് മുഴുവൻ ആ ചെടിയാണ്. ഈ മുകളിൽ കാണുന്ന ചെടി മുഴുവൻ അത് തന്നെയാണ്. ഇത് മൊത്തം പൂത്താളത്തെ ഒരു അവസ്ഥ ഓർത്ത് നോക്കി. അപ്പോഴത്തെ നമ്മൾ ലേക്കിലോട്ട് പോകുന്ന വഴിക്കാണ്. ഇവിടുത്തെ ഒരു കാഴ്ച കണ്ടോ, കൃഷിസ്ഥലങ്ങളും ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടും ഒക്കെ നമുക്ക് കാണാം. നമ്മൾ പോണ വഴിക്ക് നമുക്ക് അവിടെ ഇറങ്ങി ചായ കുടിക്കാനൊക്കെ പറ്റും. ഒരു വലിയ ഗാർഡനും സെറ്റപ്പും ഒക്കെ കാണാം. ആ സൈഡിലാണ് ലേക്ക്, അങ്ങോട്ടേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ചുറ്റിക്കറങ്ങി ഈ സൈഡിലോട്ടുകൂടെ വന്ന് കിടക്കുന്നതാണ്. ഇവിടെയെല്ലാം റിസോർട്ടുകളാണ്, കൂടുതലും റിസോർട്ടുകളാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് നമുക്ക് പതിയെ അങ്ങ് പോവാം. ക്രിക്കറ്റ് കളി നടക്കുകയാണ്, പിള്ളേർ തകർത്ത് വാരുവാണ്. ഇത് വല്ലാത്ത കാഴ്ച തന്നെ കേട്ടോ, അടിപൊളി കാഴ്ച. വലിയ കാര്യത്തിൽ ലേക്ക് വന്നതാണ്, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴ, അതുകൊണ്ട് ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല. ഇതുണ്ടോ, നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. ഊട്ടിയിലെ ഒരു കാഴ്ചയാണ്. ഇവിടുത്തെ തൊഴിലാളികൾ റോഡ് പണിക്കാർ തൊഴിലാളികളാണ്. അത് കോൺക്രീറ്റ് വർക്കിന് പോകുന്നതാണ്. റോഡ് പണിയാണോ കോൺക്രീറ്റ് വർക്കാണോ എന്നറിയില്ല. ധാരാളം വണ്ടികൾ വന്നിട്ടുണ്ട്. അവരിവിടെ വന്ന് പല സ്ഥലങ്ങളിലോട്ട് പോവുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് കോട കയറി കിടക്കുകയാണ്. ഉണ്ടോ അവസ്ഥ ഉണ്ടോ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റിന്ന്, കാരണം ഇവർ വന്ന് ഒച്ചപ്പാടും ബഹളമാണല്ലോ, 10-100 പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു. ഇന്നലെ പിന്നെ രാത്രി നേരത്തെ തന്നെ ഞാൻ കിടന്നേച്ചു. അതുകൊണ്ട് പിന്നെ ക്ഷീണമൊന്നുമില്ല. ഇന്നലെ ആ മഴ നനഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്താ എല്ലാവരും ജോലിക്ക് പോകാനുള്ള തിരക്കിൽ മഴ തുടങ്ങിയതുകൊണ്ട് എല്ലാവരും ജാക്കറ്റൊക്കെ വലിച്ച് കയറ്റിയിടുകയാണ്. കുറച്ചുകൂടെ നേരം വെളുത്തിട്ട് ഇവിടുന്ന് യാത്ര തിരിക്കാനാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇന്നും മഴ തന്നെയാണ്, മഴയോട് മഴയാണ്. കോടയാണ്. ഇപ്പോൾ സമയം 5:30 ആയി. 5:30 ആയപ്പോഴേ അവർ ജോലിക്ക് പോവുകയാണ്.
ഫുള്ള് കോടയാണ് കേട്ടോ. അങ്ങേ മലയിലെ ലൈറ്റുകളൊന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. നേരത്തെ അങ്ങേ മലയിലെ ലൈറ്റുകളൊക്കെ കാണാമായിരുന്നു ഇന്നലെ വൈകുന്നേരമൊക്കെ. കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു, ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ച്. ഏതായാലും കുറച്ച് കഴിഞ്ഞ് യാത്ര തിരിക്കുന്നുള്ളൂ. അതിന് മുമ്പായിട്ട് 1-2 വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ച് പതിയെ യാത്ര തിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇന്നലെ മഴയത്ത് തള്ളിക്കയറ്റി വന്നതുകൊണ്ട് മൊത്തം സാധനങ്ങളും നമുക്ക് ഒന്നും വയ്യാത്ത പരുവത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ മൊത്തം സെറ്റ് ചെയ്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. കുഞ്ഞിനെ ഇറക്കണം. ഊട്ടിയുടെ മനോഹാരിതയിൽ നിന്ന് നമ്മൾ പതിയെ യാത്ര തിരിക്കുകയാണ്. നേരെ കാണുന്ന ആ വഴി ഊട്ടിയിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെ ഇടതുവശത്തേക്ക് പോയാൽ ആ ഭാഗത്തേക്കാണ് നമുക്ക് ലൗഡയിൽ പോകേണ്ടത്. പക്ഷേ നമുക്ക് ഈ ഭയങ്കര മഴയായതുകൊണ്ട്, ഇപ്പോഴും മഴയും മഞ്ഞുമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം തങ്ങാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ആകെ ഒരു വെയിറ്റിംഗ് ഷെഡ്, നല്ലൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നതിലാണ് ഞാൻ കിടന്നിരുന്നത് 2 ദിവസമായിട്ട്. വന്ന ദിവസവും ഇന്നലെയും അവിടെ തന്നെയാണ്. ഇന്നലെ ഉച്ച തൊട്ട് തുടങ്ങിയ മഴയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ മറ്റ് സ്ഥലങ്ങൾ കാണാതെ പതിയെ ഊട്ടിയിൽ നിന്ന് തിരിക്കുകയാണ്. നമുക്കൊരു തീരാ നഷ്ടമാണ് വന്നത്. കുഞ്ഞിനെ ഒന്ന് ഇറക്കണം, അതിനാണ് അവൾ ബഹളം വെക്കുന്നത്. പക്ഷേ ഈ കയറ്റം കയറി തീരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. കുഞ്ഞിപ്പോൾ ഇറക്കാം. അപ്പോൾ നമ്മുടെ യാത്ര കോട കയറി പോകുന്നതുണ്ടോ കുഞ്ഞി? കോടമഞ്ഞ് കയറുന്നതുണ്ടോ നീ? ഇതുണ്ടോ കാറ്റടിച്ച് കോട കയറി പോകുന്നതുണ്ടോ? മനോഹരമായ ഊട്ടിയുടെ കാഴ്ചകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല മഞ്ഞാണ്, കോട കയറി കിടക്കുന്ന മലനിരകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതാ ഈ സൈഡിൽ ഒരു മലയുടെ സൈഡ് മുഴുവൻ വീടുകളും റിസോർട്ടുകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ കാണുന്നത് മുഴുവൻ കൃഷികളാണ്. അതായത് ബീട്രൂട്ട്, ക്യാരറ്റ് തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളുടെ കൃഷിയാണ് ഇവിടെ കൂടുതലുള്ളത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് മനോഹരമായ തേയിലത്തോട്ടങ്ങൾ. 2-3 ദിവസമായിട്ട് നല്ല മഴയായതുകൊണ്ട് എല്ലാം തളുത്ത് നല്ല പുഷ്ടിയോടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എൻ്റെ ഈ സൈഡിലോട്ട് നോക്കിയാൽ കോടമഞ്ഞ് കയറി കാറ്റടിച്ച് കയറി പറന്നു പോകുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും. ഊട്ടിയുടെ ഈ കാഴ്ചകൾ കാണാനാണ് ഇപ്പോൾ ധാരാളം സഞ്ചാരികൾ എത്തുന്നത്. ഈ കാഴ്ചകളിലൂടെ നമ്മൾ പതിയെ താഴോട്ട് ഇറങ്ങുകയാണ്. അതുകൊണ്ട് അങ്ങകലെയൊക്കെ ആ പൈൻമരക്കാടുകൾക്കിടയിൽ കോടമഞ്ഞ് കയറി കിടക്കുന്ന കാഴ്ച. ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് രാവിലെ 5:30 ആയപ്പോഴേ ഞാൻ ഇറങ്ങിയത്. ഫുള്ള് കോട കയറി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിനു മുമ്പായിട്ട് എനിക്ക് ഈ കയറ്റം കയറി പോകണം, പോയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പം ശരി, ഈ കാഴ്ചകളിലൂടെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്ന സമയമാണ്, അതാണ് ഈ മണ്ണിട്ട് പൊക്കി വെച്ചിരിക്കുന്നത്.
അപ്പോഴത്തെ താഴെയൊക്കെ ചെറിയ ചെറിയ വീടുകൾ നമുക്ക് കാണാൻ പറ്റും. അതിമനോഹരമാണ് ഊട്ടിയുടെ കാഴ്ചകൾ. ഇപ്പോഴത്തെ കോടമഞ്ഞ് കയറി എൻ്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞു.